അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മൗലാനാ മുഹമ്മദ്. അൽഹംദുലില്ലാഹ്. അല്ലാഹു ഒരു ലോക ആഫിയത്ത് സലാമത്ത് നമുക്ക് വേണ്ടപ്പെട്ടവർക്കും പ്രത്യേകിച്ച് അൻവാർ ഹഫീസിൻ്റെ കുടുംബം അല്ലാഹു തരട്ടെ. നമ്മുടെ എല്ലാ പ്രയാസവും അല്ലാഹു മാറ്റി തരട്ടെ. എല്ലാ മുഅ്മിനീകൾക്കും മഗ്ഫിറത്ത് കൊടുക്കട്ടെ. നമ്മുടെ മരണപ്പെട്ടവർക്ക് അല്ലാഹു ജന്നത്ത് കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാഹ്. പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്ന വലിയൊരു നിഅമത്താണ് രാത്രി. ആ രാത്രിയിലെ വിശ്രമം, ഉറക്ക് എന്ന് പറയുന്നത്. നമ്മുടെ പകൽ ജീവിതത്തിൻ്റെ അധ്വാനങ്ങൾ, വർക്കൗട്ടുകൾ, പെർഫോമൻസുകൾ എല്ലാം കൃത്യമാകണമെങ്കിൽ രാത്രിയിലെ ഉറക്ക് കൃത്യമാകണം. അത് നമ്മുടെ ആരോഗ്യത്തിൻ്റെ ബേസാണ്, അടിത്തറയാണ്. രാത്രി ഉറക്ക് കിട്ടാത്ത ആളുകൾ, അവർക്ക് രോഗം കാരണമോ മറ്റു ഇഷ്യൂസ് കാരണമോ ഉറക്കം രാത്രി കിട്ടുന്നില്ല. എത്ര പ്രയാസമുണ്ട്. ആ ഒരു വിഷമം വരുമ്പോഴാണ് രാത്രി ഒരു ദിവസം നമുക്ക് ഉറക്കം വരുന്നില്ല. എത്ര പ്രയാസം ഉണ്ടാവും. ആ ഉറക്കം നഷ്ടപ്പെട്ടതിൻ്റെ ഖളാ വീട്ടൽ പകലിൽ അത് പരിഹരിച്ചെടുക്കാൻ നോക്കിയാൽ പകലിൽ എത്ര ഉറങ്ങിയാലും രാത്രിയുടെ കുറച്ച് നേരത്തെ ഉറക്കിന് പോലും കടപിടിക്കാൻ പറ്റൂല. അതെന്താ? അത് മനുഷ്യൻ്റെ നേച്ചർ അങ്ങനെയാണ്. നമ്മുടെ ബോഡി സെറ്റപ്പിൻ്റെ നേച്ചർ അള്ളാഹു സംവിധാനിച്ചത് രാത്രിയിലെ ഖുർആൻ പറഞ്ഞതുപോലെ രാത്രി വിശ്രമമാണ്. പിന്നെ നൈറ്റ് ഡ്യൂട്ടി ഉള്ള ആളുകളുണ്ട്. രാത്രി അങ്ങനെയാണ് അവർക്ക് പറ്റുള്ളൂ. അവരുടെ മൈഷത്തിൻ്റെ കാര്യമാണ്, അരി വാങ്ങാനുള്ള, അന്നം വാങ്ങാനുള്ള പണിപ്പാടിൻ്റെ കാര്യമാണ്. അപ്പോൾ അവർക്ക് മാറ്റിവെക്കാൻ പറ്റില്ല. രാത്രി അവർക്ക് വർക്ക് ചെയ്യേണ്ടി വരും. പക്ഷേ പലപ്പോഴും അത്തരക്കാർക്കും സമീപകാലത്ത് തന്നെ അല്ലെങ്കിൽ വലിയ കാലതാമസമില്ലാതെ പല നിലക്കുമുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ അവർക്ക് കാണാൻ സാധ്യതയുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ പറയുന്നത് രാത്രി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മുന്നിൽ നൽകിയിരിക്കുന്ന വിശ്രമത്തിനുള്ള, ഉറക്കിനുള്ള നിഅമത്ത് വല്ലാത്ത നിഅമത്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി പ്രിയപ്പെട്ടവരെ, ഇവിടെ നമ്മൾ ചർച്ചയിൽ കൊണ്ടുവരുന്ന മാറ്റർ എന്താണെന്ന് ചോദിച്ചാൽ, നമ്മിൽ ഭൂരിഭാഗം ആളുകൾ, നമ്മൾ സാധാരണ ഇപ്പോൾ ഗുഡ് നൈറ്റ് എന്നൊക്കെ പറയുമല്ലോ, പ്രത്യേകിച്ച് നമ്മുടെ ഈ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളൊക്കെ വാപ്പിച്ചിനോട് ഉമ്മച്ചിനോട് വൈകിട്ട് രാത്രി വന്നിട്ട് ഗുഡ് നൈറ്റ് പറഞ്ഞിട്ടൊക്കെ ഉറങ്ങുന്നൊരു ശൈലിയുണ്ട്. അതായത് നല്ല രാത്രി എന്നാണ് അതിൻ്റെ അർത്ഥം. പലപ്പോഴും ഇത് ബാഡ് നൈറ്റ് ആയിട്ടാണ് വരുന്നത്. നമ്മുടെ മക്കൾക്ക് പോലും, കുഞ്ഞു മക്കൾക്ക് പോലും, അല്ലെങ്കിൽ കൗമാരക്കാരായ, ചെറുപ്പക്കാരായ, അല്ലെങ്കിൽ പ്രായമുള്ളവരിൽ പോലും പലപ്പോഴും രാത്രി മോശമായിട്ട് വരിക. എന്തുകൊണ്ടത്? തന്നെ മോശമാവുമല്ല, നമ്മൾ മോശമാക്കാൻ. അതെങ്ങനെയാണ് നമ്മൾ നോക്കുന്നത്? നമ്മിൽ ഭൂരിഭാഗം ആളുകളും, അത്യാവശ്യം ആളുകളൊക്കെ തന്നെ നമ്മുടെ ഫോണിൽ നമുക്ക് തിരക്കൊഴിഞ്ഞൊരു നേരം വരുന്ന എപ്പോഴാണ്? നമ്മൾ രാത്രി ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടാണ്, പിന്നെ പകലൊക്കെ ജോലി തിരക്കായിരുന്നു, ഒരു ഫ്രീ ടൈം കിട്ടിയത്. അപ്പോഴാണ് നമ്മൾ ഫേസ്ബുക്കും വാട്സപ്പൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്ത് വാർത്തകളും പിന്നെ നമ്മൾ എന്തൊക്കെയാണോ താല്പര്യപ്പെടുന്നത് അതിൻ്റെ എല്ലാം പിന്നാലെ പോകുന്ന ഒരു നേരം എപ്പോഴാണ്? ഈ കിടക്കുന്ന നേരമാണ്. പലപ്പോഴും കിടന്നുകൊണ്ടാണ് നമ്മൾ, ഒരുപക്ഷെ റൂമിൽ ലൈറ്റൊക്കെ എടുത്തിട്ടുണ്ടാവും, കിടന്നുകൊണ്ട് നമ്മൾ ഫോൺ നോക്കിയിട്ട് അങ്ങനെ ഉറങ്ങാൻ വേണ്ടി കിടക്കാൻ, ഇനി വേറെ തിരക്കൊന്നുമില്ല, അങ്ങനെ നമ്മൾ ഉറങ്ങിപ്പോകുന്ന അവസ്ഥ. ഇത് ഭൂരിഭാഗം സഹോദരന്മാർക്കും സഹോദരിമാർക്കും സംഭവിക്കുന്നൊരു ഇഷ്യൂ ആണ്. ഇതിലൂടെ ഉണ്ടാകുന്നത് പ്രിയപ്പെട്ടവരെ സാരമായ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാകും. അത്തരം ശൈലി പതിവായി ചെയ്യുന്നവർ എപ്പോഴെങ്കിലും ഒരു ദിവസം ചെയ്തു പോയി അത്യാവശ്യത്തിന്, അങ്ങനെയല്ല. അധികവും പതിവ് എങ്ങനെയാണ്? ഇങ്ങനെ കിടന്നിട്ട് രാത്രി ഫോണിൽ ഇങ്ങനെ നോക്കിക്കൊണ്ട് അല്ലെങ്കിൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് കിടക്കുന്ന ഒരവസ്ഥ അത് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരെ, അത്തരക്കാർ ഡോക്ടറെ കാണാൻ വേണ്ടിയുള്ള ഒരുക്കങ്ങൾ ഉടൻ നടത്തിക്കോളൂ. എന്തുകൊണ്ടാണ്? പ്രശ്നം സമീപകാലത്ത് തന്നെ വരും. ചെറിയ പ്രശ്നമല്ല, സാരമായ പ്രശ്നങ്ങൾ അത്തരക്കാർക്ക് വരും എന്ന് പഠനങ്ങളൊക്കെ സയൻറ്റിഫിക്കലായി തന്നെ കൃത്യമായി തെളിയിക്കപ്പെട്ടിട്ടുള്ള ഒരു മാറ്ററാണിത്. അവിടെ സംഭവിക്കുന്ന കുറേ പ്രശ്നങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ ഉറക്ക് ലേറ്റായി പോവുക. പലപ്പോഴും നമ്മൾ ഫോണിൽ ഏതൊരു മേഖലയാണോ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ ഹലാലും ഹറാമും അതൊക്കെ വിവേകം കൊണ്ട് മുസ്ലിമുകൾ മനസ്സിലാക്കേണ്ടതാണ്. ഹറാമ് എന്ന് പറയുന്ന മേഖലയിലാണ് നമ്മൾ ഫോണിൽ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ, കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ, കേട്ടുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ആ സെക്കൻഡുകൾ മുഴുവൻ ഹറാമാണ്. അത് ഈമാനില്ലാതെ മരണം സംഭവിക്കുന്ന വലിയ ഒരു പാകപ്പിഴവായിട്ട് വരും. അത് പ്രത്യേകം ഓർക്കണം. ഇനി അതല്ലാത്ത അനുവദിക്കപ്പെട്ട ഒരു വാർത്തയാണ് കാണുന്നത്, അല്ലെങ്കിൽ ന്യൂസ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ നമുക്ക് പഠിക്കാനുള്ള വിഷയങ്ങളാണ്, ഇങ്ങനെ കിടന്നിട്ട് രാത്രി ലേറ്റൊക്കെ ഓഫ് ചെയ്ത് നമ്മളിങ്ങനെ ഫോണിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത്തരക്കാർക്കുണ്ടാകുന്ന പ്രശ്നങ്ങളായി പറയുന്നത്. തീർച്ചയായും അത്തരക്കാർക്ക് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് തെളിയിക്കപ്പെട്ട കാര്യമാണ്. മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒന്നുകൂടെ കയറി പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തിനെതിരാണ് ആ ഒരു ശൈലി മുഴുവൻ. സുന്നത്തിനെതിരാണ്. കാന യക്റഹു നൗമ ഖബൽ ഇശാഇ, ഇശാ നിസ്കരിക്കുന്നതിന് മുമ്പ് ഉറങ്ങൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വെറുപ്പാണ്.
നിബിതങ്ങൾ വെറുത്തുന്ന ഇഷ്ടമല്ല. അപ്പോൾ ഇശായിന് മുമ്പ് ഒരല്പം നേരം കിടക്കാമെന്ന് കരുതി കിടന്നാൽ ഇശാ നിസ്കാരത്തിൻ്റെ സമയം അല്ലെങ്കിൽ മൂല്യമുള്ള സമയം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. ഒരിക്കലും അത് പാടില്ല, നബിതങ്ങൾക്ക് വെറുപ്പാണ്. അതോടൊപ്പം നബിതങ്ങൾ വെറുത്ത മറ്റൊരു വിഷയമുണ്ട്, വൽ ഹദീസ് ബഅദഹാ. ഇശാ നിസ്കാരം കഴിഞ്ഞിട്ട് പിന്നെ സംസാരത്തിൽ ചുമ്മാ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക, അത് ഫോണിലാകട്ടെ അല്ലെങ്കിൽ വീട്ടിലാകട്ടെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. അത്തരം അവസ്ഥകൾ, കാര്യമില്ലാത്ത സംസാരത്തിലേക്ക് പോകുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വെറുപ്പാണ് എന്ന ഹദീസ് ഇമാം ബുഖാരി തങ്ങളും ഇമാം മുസ്ലിം തങ്ങളും പ്രസന്റ് ചെയ്തിട്ടുണ്ട്. മുത്തഫഖുൻ അലൈഹി ആയ ഹദീസാണ് എന്ന് കാണാം. ഈ ഹദീസ് വ്യാഖ്യാനിച്ചുകൊണ്ട് ശറഹ് മുസ്ലിമിൽ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് ഈ ഇശാഇന് ശേഷം സംസാരിച്ച് വെറുതെ ടൈം പാസിന് വേണ്ടിയിട്ട് സമയം ഇങ്ങനെ കളയുക, ഫോണിലാകാം സംസാരത്തിലാകാം. എന്താ അതിൻ്റെ പ്രശ്നമുള്ളത്? അത് പകലിൽ നമ്മുടെ വർക്കൗട്ടിനെ ബാധിക്കും. ഇബാദത്ത്, നമ്മുടെ കർമ്മങ്ങളിൽ ഒരു ഉഷാറുണ്ടാകില്ല, നമ്മൾ ചെയ്യുന്ന ജോലികളിൽ ഒരു റാഹത്ത് കിട്ടില്ല, ഒരു മൂഡുണ്ടാവില്ല, ഒരു അസ്വസ്ഥത ഉറപ്പായിട്ടുണ്ടാകുമല്ലോ. അത് കോമൺ സെൻസ് ആണല്ലോ. തീർച്ചയായിട്ടും അത്തരം പ്രയാസങ്ങൾ പകലിൽ വിഷമങ്ങൾ വരുന്നത് കൊണ്ട് ഇതിനെ പ്രത്യേകിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വെറുത്തിരുന്നു. നബിതങ്ങൾ അത്തരം കാര്യങ്ങൾ എൻഗേജ്ഡ് ആകില്ല. ഇശ കഴിഞ്ഞാൽ പിന്നെ ഉടൻ, കാരണം ഭക്ഷണം പോലും ഇശ കഴിഞ്ഞിട്ടല്ല, മഗ്‌രിബിന് മുമ്പ് അല്ലെങ്കിൽ മഗ്‌രിബിന് തൊട്ടുടനെ മഗ്‌രിബ് കഴിഞ്ഞിട്ട് ഇതൊക്കെ കഴിച്ചിട്ടുണ്ടാവും. അപ്പോൾ പ്രയാസപ്പെടുന്നൊരവസ്ഥ, ഭക്ഷണം കഴിച്ച് നേരം പോകുന്ന ഇതൊന്നും ഉണ്ടാകില്ല. യഥാർത്ഥത്തിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ സജീവമാകും. പ്രത്യേകിച്ച് കൗമാരക്കാർ, നമ്മുടെ ചെറുപ്പക്കാർ, അവർ സമൂഹത്തിൻ്റെ ഇടയിലേക്ക് അവർ ഇറങ്ങുന്നത് തന്നെ അല്ലെങ്കിൽ അവരൊന്ന് ആക്റ്റീവ് ആകുന്നത് തന്നെ എപ്പോഴാണ്? ഇശ കഴിഞ്ഞിട്ടുള്ള നേരത്താണ്. ഒരു 10 മണിക്ക് ശേഷമാണ് പിന്നെ നമ്മളുടെ ഈ വൈകിട്ടുള്ള ഭക്ഷണത്തിൻ്റെ ഹോട്ടലുകളെല്ലാം ഓപ്പൺ ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഫാസ്റ്റ് ഫുഡുകളെല്ലാം ഒരു പാതിരായിലേക്ക് ചേരുമ്പോൾ അത്തരം അവസ്ഥകൾ പ്രിയപ്പെട്ടവരെ വലിയ വില കൊടുക്കേണ്ടി വരും, ആരോഗ്യപരമായി തകരും. ഇന്നല്ലെങ്കിൽ നാളെ പ്രശ്നം ഉണ്ടാവും. ഇന്നെനിക്ക് കുഴപ്പമില്ലല്ലോ, മറ്റേ ആൾക്ക് കുഴപ്പമില്ലല്ലോ, നമ്മൾ അങ്ങനെ വ്യാഖ്യാനിച്ചു പോയാൽ പ്രശ്നങ്ങൾ വന്നിട്ട് പിന്നെ റിവേഴ്സ് വരാൻ പറ്റില്ല. അത് പ്രത്യേകിച്ച് ഓർക്കണം. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇശാഇന് ശേഷമുള്ള സംസാരം വെറുത്തിരിക്കുന്നു, അവിടത്തിന് വെറുപ്പാണ്, ആ ഒരു ശൈലിയില്ല എന്ന് പറയുന്നതിൽ നിന്നും പ്രിയപ്പെട്ടവരെ മഹാന്മാരായ മുഹദ്ദിസുകൾ വ്യാഖ്യാനിച്ചുകൊണ്ട് ചില സംസാരങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട്. അത് ഏതൊക്കെയാ? അത് വിജ്ഞാനവുമായി ബന്ധപ്പെട്ട, പഠനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള സംസാരം, ഡിസ്കസ്, അതിന് കുഴപ്പമില്ല, അത് വെറുത്തു എന്ന് പറഞ്ഞതിൽ പെടുന്നില്ല. അതേപോലെ തന്നെ കുടുംബത്തോട്, നമ്മുടെ ഭാര്യ മക്കളോടുള്ള സംസാരം അല്ലെങ്കിൽ അവരോടുള്ള സല്ലാപങ്ങൾ, അവർക്ക് വേണ്ടിയുള്ള സന്തോഷത്തിന് വേണ്ടിയുള്ള സംസാരം, അതിന് നിന്നു കൊടുക്കാം, അത് കുഴപ്പമില്ല. അതേപോലെ തന്നെ നമ്മുടെ വീട്ടിൽ അതിഥികൾ വന്നിട്ടുണ്ട്, ആ അതിഥികൾക്കൊരു സന്തോഷം, നമ്മൾ കുറച്ചു നേരം ഒന്ന് സംസാരിച്ചിരിക്കുന്നതാണ്. ഇശായിട്ട് പെട്ടെന്ന് നമ്മൾ കിടപ്പായാൽ അവർക്കൊരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ ഒന്ന് പരിഗണിച്ചിട്ട് അവരോടൊന്ന് സംസാരത്തിൽ ഏർപ്പെടുക, അതും പുണ്യമായ കാര്യമായതുകൊണ്ട് അതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. അല്ലാതെ നമ്മൾ പിന്നെ സാധാരണ ആവശ്യമുള്ളതും ഇല്ലാത്തതുമായിട്ട് വെറുതെ ഇങ്ങനെ നേരം കളയുന്ന അല്ലെങ്കിൽ സംസാരിക്കുന്ന അല്ലെങ്കിൽ ഫോണിൽ നമ്മൾ സമയം ചെലവഴിക്കുന്ന ഒരവസ്ഥ ഇശാഇന് ശേഷം ഉണ്ടായാൽ അതിൻ്റെ പ്രശ്നങ്ങൾ പ്രിയപ്പെട്ടവരെ, ഒന്ന് പരിശുദ്ധമായ ദീൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ വിഷയത്തിൽ വെറുപ്പ് കാണിച്ചിട്ടുണ്ട്. അത് നല്ല ശൈലിയല്ലാത്തത് കൊണ്ടും അതിന് പ്രശ്നങ്ങൾ ഫ്യൂച്ചറിൽ ഉള്ളത് കൊണ്ടൊക്കെ ആകാലോ. അത് ഗുണകരമായിരുന്നെങ്കിൽ അത് തടയില്ലായിരുന്നു. അതുകൊണ്ട് അതിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാം. അതിൻ്റെ സയൻറ്റിഫിക്കലായ പ്രശ്നം, ഒന്നാമത്തെ ഫസ്റ്റ് വൺ, നമ്മുടെ ഉറക്കം ലേറ്റ് ആകുന്നു എന്നുള്ള പ്രശ്നം വരും. ചില ആളുകൾ ഫോൺ ഇങ്ങനെ നോക്കിയിരുന്നിട്ട് ഒരുപാട് നേരം, അരമണിക്കൂർ, 1 മണിക്കൂർ, മണിക്കൂറുകളോളം ഇങ്ങനെ കിടന്ന് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും അല്ലെങ്കിൽ അതിൽ എൻഗേജഡ് ആയിക്കൊണ്ടിരിക്കും. ഭയങ്കരമായ പ്രശ്നങ്ങൾ വരുന്നുണ്ട്. ഒന്നെന്താ? ഉറക്കം ലേറ്റാകും എന്നുള്ള പ്രശ്നമാണ്. ആ പ്രശ്നത്തിൽ നിന്നാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ശാരീരികമായ പല രോഗങ്ങളും, ഫിസിക്കലി പല ഡിസോർഡറുകളും വരുന്നത് എന്ന് നമുക്ക് കാണാൻ പറ്റും. അത്തരം അവസ്ഥയുള്ള ആളുകൾ ചെറുപ്പക്കാരാണെങ്കിൽ നിങ്ങൾ എഴുതി വച്ചോളൂ, കാലതാമസമില്ലാതെ അവർ ഡയബറ്റിക്കിൻ്റെ, പ്രമേഹത്തിൻ്റെ അടിമയാകും. അതേപോലെ തന്നെ ഫാറ്റി ലിവർ അത്തരക്കാരിൽ കാണിച്ചു തുടങ്ങും. ഭയങ്കര പ്രശ്നമാണ്, നിസ്സാരമായൊരു കേസല്ല. അതുകൊണ്ട് ആ ഒരു ശൈലി നമ്മളൊന്ന് മാറ്റണം, ഒന്ന് ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ ഓർമ്മക്കുറവ് അത്തരക്കാർക്ക്, അപ്പോൾ ഇന്നില്ലല്ലോ, ഇന്നലെ ഉണ്ടായില്ലല്ലോ, നാളെ ഉണ്ടാകില്ല എന്ന് നമ്മളൊരു കണക്ക് കൂട്ടലാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, പ്രശ്നങ്ങൾ പിന്നാലെ വരും. ഇതൊക്കെ സയൻറ്റിഫിക്കലായിട്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന വിഷയങ്ങളാണ്. അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. അതേപോലെ നാലാമത്തത് ടെൻഷൻ, ഡിപ്രഷൻ. ആ ഒരു പ്രശ്നം അത്തരക്കാരുടെ ജീവിതത്തിലേക്ക് കയറി വരാൻ കാരണമാകും എന്ന് നമുക്ക് കാണാം. അതേപോലെ തന്നെ അഞ്ചാമത്തെ ഒരു പ്രശ്നം, ചിലരിലെങ്കിലും ശരീരഭാരം കൂടുന്ന അവസ്ഥ, ശരീരത്തിൻ്റെ കൊഴുപ്പ് കെട്ടിക്കിടക്കുന്ന അല്ലെങ്കിൽ ഭാരം കൂടുന്ന അവസ്ഥ ചിലരിൽ കാണാറുണ്ട്. അതേപോലെ ആറാമത്തെ ഒരു പ്രശ്നം, BP. അത് നോർമലായവരിൽ പോലും പ്രത്യേകിച്ച് പ്രശ്നങ്ങളുണ്ടായി BP യുടെ പ്രശ്നങ്ങൾ കാണിക്കാൻ ഇത് കാരണമാകും. അപ്പോൾ രാത്രി ഉറക്കം ലേറ്റാകുന്നുണ്ടോ,
നമ്മൾ വിചാരിക്കും എന്തോ കഴിച്ചിട്ടായിരിക്കും, അങ്ങനെ തന്നെ ആകണമെന്നില്ല. ഉറക്കം ലേറ്റായാൽ BP-യുടെ പ്രശ്നമൊക്കെ കാണിക്കും, അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. അതേപോലെ 7ാമത്തെ ഒരു കാര്യം ലൈംഗികപരമായ താല്പര്യക്കുറവും. നമ്മുടെ കുടുംബജീവിതത്തിൽ കയറി വരുന്നൊരു ഭാഗമാണല്ലോ, ആ ഭാഗത്ത് നമുക്കൊരു താല്പര്യക്കുറവ്, ഒരു അലസത, ഒരു പ്രയാസം, ഒരു ഉന്മേഷക്കുറവ്, ഇതെല്ലാം അവിടെയും സംഭവിക്കാൻ കാരണമാകുന്നുണ്ട്. അപ്പോൾ മൊത്തത്തിൽ നമ്മൾ രാത്രിയിൽ കിടന്നുകൊണ്ട് ഫോൺ കണ്ടിട്ട് ഉറക്കം ലേറ്റ് ആകുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം, കേവലം ഉറക്കം ലേറ്റ് ആകുക എന്ന പ്രശ്നത്തിൽ തന്നെ ഇത്തരം പ്രയാസങ്ങൾ ഉണ്ടാകും. അതിനോടൊപ്പം പ്ലസ് ചേർത്തി മനസ്സിലാക്കേണ്ടത്, ഫോണിൽ നോക്കിയിട്ട്, എൻ്റെ സ്ക്രീനിൽ നോക്കിയിട്ടാണ് നമ്മൾ ഈ ഒരു സമയം വിനിയോഗിക്കുന്നതെങ്കിൽ തീർച്ചയായും വലിയ പ്രശ്നം ഉണ്ടാവും. കാരണം നാച്ചുറലായി കണ്ണിന് വെളിച്ചം പറ്റില്ലാത്ത, അല്ലെങ്കിൽ വെളിച്ചം കുറഞ്ഞു വരേണ്ട ഒരു സമയമാണ് ഏത് നേരം? രാത്രിയുടെ നേരം. രാത്രിയെ പകലാക്കാൻ വേണ്ടിയാണ് ഇന്ന് കടകളും കമ്പോളങ്ങളും വീടുകൾ വരെ എത്ര അലങ്കാര ബൾബുകളാണ്. നല്ലതാണ്, സൗകര്യമുണ്ടെങ്കിൽ വീട് ഭംഗിയാക്കാം, അതിന് അത്യാവശ്യം അലങ്കാര ബൾബുകളൊക്കെ അത്യാവശ്യമൊക്കെ പറ്റും. പക്ഷേ രാത്രിയെ പകലാക്കുന്ന തരത്തിൽ ഭയങ്കരമായ വെളിച്ചം, അത് തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരെ നമ്മുടെ കണ്ണുകൾക്ക് വലിയ പ്രശ്നം ഉണ്ടാക്കും. നാച്ചുറലായി രാത്രി ഇരട്ടിയാൽ, പ്രത്യേകിച്ച് ഇശ കഴിഞ്ഞാൽ കണ്ണുകൾക്ക് വെളിച്ചത്തിന് ഒരു വിശ്രമം കൊടുക്കണം. അതായത് കണ്ണടച്ച് റാഹത്തായിട്ട് ഉറങ്ങണം, ഇതാണ് വേണ്ടത്. അവിടെ വീണ്ടും പ്രത്യേകിച്ച് ബ്രൈറ്റ്നെസ്സോടുകൂടെ നമ്മൾ കാണുന്ന മൊബൈൽ സ്ക്രീനിൻ്റെ, അല്ലെങ്കിൽ നമ്മളുടെ ടാബിൻ്റെ സ്ക്രീനിൻ്റെ, അല്ലെങ്കിൽ നമ്മുടെ സിസ്റ്റം കമ്പ്യൂട്ടറിൻ്റെ സ്ക്രീനിലേക്കൊക്കെ നമ്മൾ അത്തരം കാര്യങ്ങളിൽ അത്യാവശ്യമില്ലാതെ എൻഗേജഡായി നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം, കണ്ണിന് സാരമായ പ്രശ്നങ്ങൾ അവിടെ ബാധിക്കും. ആ പ്രശ്നങ്ങൾ കൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ നമുക്ക് പല പ്രശ്നങ്ങളും തുടങ്ങാൻ കാരണമാകും. ഈ വെളിച്ചത്തിലേക്ക്, സ്ക്രീനിലേക്ക് നോക്കിയിരിക്കുമ്പോൾ മെലറ്റോണിൻ എന്ന് പറയുന്ന ഒരു ഉറങ്ങാൻ വേണ്ടിയുള്ള ഹോർമോൺ ഉണ്ടല്ലോ, അത് പ്രൊഡ്യൂസ് ചെയ്യാൻ വൈകും. വെളിച്ചമുണ്ടാകുമ്പോൾ പ്രശ്നമാണ്. മാത്രമല്ല, നമ്മൾ ഉറങ്ങാൻ കിടക്കുന്ന റൂമിൽ യഥാർത്ഥത്തിൽ നാച്ചുറലായിട്ട് വേണ്ടത് ഇരുട്ടാണ്. ലൈറ്റ് ഓഫ് ചെയ്തിട്ട് ആ ഒരു ഇരുട്ടിൽ, അതായത് വെളിച്ചമില്ലാത്ത അവസ്ഥയിൽ തന്നെയാണ് നമ്മൾ കിടക്കേണ്ടത്. അത് സയൻറ്റിഫിക്കലായിട്ട് പരിശോധിച്ചാലും അങ്ങനെ തന്നെയാണ് മനസ്സിലാകുന്നത്. ഇപ്പം നമ്മുടെ റൂമിൽ ചെറിയ മങ്ങിയതാണെങ്കിലും ഒരു ചെറിയ വെളിച്ചമുണ്ട്, അല്ലെങ്കിൽ അപ്പുറത്തെ റൂമിൽ ലൈറ്റ് ഇട്ടതിൻ്റെ പ്രകാശം ഇപ്പുറത്ത് നമ്മൾ കിടന്നുറങ്ങുന്ന റൂമിലേക്ക് വരുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ റൂമിൽ തന്നെ ലൈറ്റ് ഓൺ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ മൊബൈൽ സ്ക്രീനിൽ നോക്കിക്കൊണ്ട് ആ വെളിച്ചത്തോടു കൂടെ നമ്മൾ കിടക്കുകയാണ്. ഈ അവസ്ഥകളെല്ലാം ഉണ്ടാകുമ്പോൾ തീർച്ചയായും പഠനങ്ങൾ പറയുന്നു, ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലെ പഠനങ്ങൾ പറയുന്നത്, റൂമിൽ മങ്ങിയ വെളിച്ചത്തിൽ പോലും കിടക്കുന്നത് അവർക്ക് പിന്നെ മസ്തിഷ്കപരമായ അല്ലെങ്കിൽ ഹൃദയ സംബന്ധമായ സമ്മർദ്ദം കൂടുതൽ ആകാൻ സാധ്യതകൾ കയറി വരുന്നു എന്നാ പഠനങ്ങൾ പറയുന്നത്. യോഗ്യമായ യൂണിവേഴ്സിറ്റിയിലെ പഠനങ്ങളാണ് പറയുന്നത്. ഹൃദയ സംബന്ധമായ പിന്നെ പ്രശ്നങ്ങൾ വരും, അതേപോലെ തന്നെ മസ്തിഷ്ക സംബന്ധമായ പ്രശ്നങ്ങൾ അക്കൂട്ടത്തിൽ വരും എന്നെല്ലാം പറയുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അതിനെ പരിഗണിക്കണം. രക്തക്കുഴലുകൾക്ക്, നമ്മുടെ രക്തം കൃത്യമായിട്ട് പ്രോപ്പറായിട്ട് സഞ്ചരിക്കണമല്ലോ, ആ ഒരു അവസ്ഥക്ക് പ്രയാസമുണ്ടാക്കുന്ന തരത്തിൽ അവിടെ വീക്കമുണ്ടാകും. രക്തക്കുഴലുകൾക്ക് വീക്കമുണ്ടാകുമ്പോൾ ബ്ലഡ് സർക്കുലേഷൻ കൃത്യമായിട്ട് നടക്കാതെ പോരും. അങ്ങനെ ഹൃദയ സംബന്ധമായ വലിയ പ്രശ്നങ്ങൾ അത്തരക്കാരിലേക്ക് കടന്നു വരാൻ സാധ്യത കൂടും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശ്വാസികളോട്, മുസ്ലിം ഉമ്മത്തിനോട് പറയുന്നുണ്ട്, തീർച്ചയായും നിങ്ങൾ കിടക്കാൻ നേരത്ത് പകലിൽ നമുക്ക് ഓൾറെഡി അല്ലാഹു സുബ്ഹാനഹു വ തആല വെളിച്ചം സംവിധാനിച്ചിട്ടുണ്ട്. രാത്രിയിൽ ഇശാ കഴിഞ്ഞ് ഉടൻ കിടക്കുന്നത് വരെയുള്ള നേരത്ത് നമുക്ക് നമ്മുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് വെളിച്ചം, അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ലൈറ്റായിട്ടോ ബൾബായിട്ടോ അല്ലെങ്കിൽ പഴയകാലത്തെ പിന്നെ മണ്ണെണ്ണ വിളക്കായിട്ടോ ഇതൊക്കെ നമുക്ക് സംവിധാനിച്ചിട്ടുണ്ട്. അതൊക്കെ കഴിവിൻ്റെ പരമാവധി ഉപയോഗപ്പെടുത്താം. എന്നാൽ കിടക്കുന്ന നേരത്ത് എല്ലാ വെളിച്ചവും വിളക്കണച്ചുകൊണ്ടാണ് നിങ്ങൾ കിടക്കേണ്ടത് എന്ന് പുണ്യ റസൂൽ പറയുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത്ഫിഉൽ മസാബിഹ ഇദാ റഖത്തും, നിങ്ങൾ ഉറങ്ങാൻ വേണ്ടി കിടന്നാൽ പിന്നെ ഉടൻ വിളക്കണക്കണം, ലൈറ്റ് ഓഫ് ചെയ്യണം എന്ന് പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിൻ്റെ കാരണം എങ്ങനെ വ്യാഖ്യാനിച്ചാലും, ഇമാം ബുഖാരി തങ്ങൾ പ്രസന്റ് ചെയ്തതിൻ്റെ ഹദീത്ത് എങ്ങനെ വ്യാഖ്യാനിച്ചാലും അതിലെന്ത് കയറി വരും? വിളക്ക് കത്തിച്ചുകൊണ്ട് ലൈറ്റ് ഓൺ ചെയ്തുകൊണ്ടുള്ള ഉറക്ക് അല്ലെങ്കിൽ കിടത്തം അത് ഗുണകരമല്ലാന്ന് മിനിമം കിട്ടും. പ്രത്യേകിച്ച് പ്രിയപ്പെട്ടവരെ, നമ്മളുടെ റൂമിൽ ലൈറ്റ് ഓൺ ചെയ്തിരിക്കുക, നമ്മൾ കിടക്കാൻ. അതേപോലെ തന്നെ നമ്മുടെ മൊബൈൽ സ്ക്രീൻ ഓപ്പൺ ചെയ്തു വെക്കുക, അതിൻ്റെ ബ്രൈറ്റ്നെസ് കണ്ണിലേക്ക് വന്നുകൊണ്ടിരിക്കുക, ആ ഒരവസ്ഥയിൽ കിടക്കുക. അത് തീർച്ചയായിട്ടും അപകടങ്ങൾക്ക് വഴിതെളിയിക്കും, അത് പ്രശ്നങ്ങൾ വലിച്ചു കൊണ്ടുവരും. അത് പ്രത്യേകം നമ്മൾ ഓർക്കേണ്ടതാണ്. പിന്നെ ഫോണിൻ്റെ റേഡിയേഷൻ സംബന്ധമായിട്ട് വലിയ ചർച്ചകൾ നടക്കുന്നുണ്ട്. പ്രശ്നമില്ല എന്ന് പറയുന്നു, പ്രശ്നം ഉണ്ടെന്ന് പറയുന്നു. അത് പലപ്പോഴും ക്യാൻസറിന് കാരണമാക്കുന്നുണ്ട് റേഡിയേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് പല ചർച്ചകൾ നടക്കുന്നുണ്ട്. ഏതായിരുന്നാലും അത് സംശയകരമായൊരു മേഖലയാണ്. എങ്ങനെ പറഞ്ഞാലും ദഅമാ യുരീബുക ഇലാ മാ ലാ യുരീബുക, സംശയം ഇല്ലാത്തൊരു മേഖലയുണ്ട്. എന്താ അത്?
ആ സമയത്ത് ഇപ്പോൾ കിടക്കുന്ന നേരത്ത് ഫോൺ നമ്മുടെ തലയുടെ ഭാഗത്ത് വെക്കുക, കയ്യെത്തും ദൂരത്ത് വെക്കാൻ പാടില്ല, അല്ലെങ്കിൽ ദൂരെ അകറ്റി മാറ്റി വെക്കണം. അതിൻ്റെ തലേൻ്റെ അടിയിൽ നമ്മളിങ്ങനെ കണ്ടുകൊണ്ട് ഇങ്ങനെ കിടക്കുകയാണല്ലോ, അതിങ്ങനെ നെഞ്ചത്തേക്ക് വീണ് കിടക്കുന്നുണ്ടാവും, തൊട്ടടുത്ത് കിടക്കുന്നുണ്ടാവും. പലപ്പോഴും നെറ്റ് ഓണായിരിക്കും, അതിൻ്റെ റേഞ്ച് കൃത്യമായിട്ടുണ്ടാകും. അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒരു പക്ഷേ ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ്. എന്ത് പറഞ്ഞാലും അത് കിടക്കുന്നതിൻ്റെ തൊട്ടടുത്ത് ഒരുപക്ഷെ നമ്മൾ കിടക്കുന്നതിൻ്റെ അടിയിലായി പോയിട്ടുണ്ടാവും, ഫോൺ അങ്ങോട്ട് ഇങ്ങോട്ട് തിരിഞ്ഞു പറയുമ്പോൾ, അല്ലെങ്കിൽ നെഞ്ചത്ത് കിടക്കുന്നുണ്ടാവും, തലയുടെ ഭാഗത്തുണ്ടാവും. അതൊക്കെ വലിയ പ്രയാസങ്ങളിലേക്ക് വഴി തെളിയിക്കും എന്നുള്ളത് കൊണ്ട് അത്യാവശ്യം നമുക്ക് നോക്കാനുള്ളതൊക്കെ പകലിൽ നോക്കിപ്പോയവരാണെങ്കിൽ പിന്നെ നമ്മൾ തിരക്ക് പിടിക്കാൻ പാടില്ല. പിന്നെ നമ്മുടെ ജോലിയുടെ ഭാഗമാണ്, അത്യാവശ്യം ഒരു ഭാഗമാണ്. എന്നാൽ നമ്മൾ കിടക്കുന്നതിന് മുമ്പായിട്ട് അത് നമ്മൾ കൃത്യമായിട്ട് കൈകാര്യം ചെയ്തിട്ട് പിന്നെ കിടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പോകാം. കിടക്കുന്നത് നമ്മുടെ ഫോൺ തലയിൽ വെച്ചുകൊണ്ടോ നെഞ്ചിൽ വെച്ചുകൊണ്ടോ തലണ്ണയുടെ ഭാഗത്ത് വെച്ചുകൊണ്ടൊന്നുമല്ല, അത് കുറച്ച് അകലെ മാറ്റി വെച്ചുകൊണ്ട് തന്നെ അൽഹംദുലില്ലാ നമ്മൾ കിടക്കാൻ വേണ്ടി നമ്മുടെ വിരിപ്പിലേക്ക് ചേരണം. അത്തരം കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ചു വേണം കൈകാര്യം ചെയ്യാൻ എന്നുകൂടെ പ്രിയപ്പെട്ടവരെ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ ഒരു കാരണവശാലും കിടന്നുകൊണ്ട് രാത്രി കിടക്കാൻ നേരത്ത് ഫോൺ കയ്യിൽ പിടിച്ചിങ്ങനെ വാർത്തകളും മറ്റൊക്കെ കണ്ട് അല്ലെങ്കിൽ കേട്ട് അല്ലെങ്കിൽ അതിൽ എൻഗേജഡ് ആകുന്നൊരവസ്ഥ നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. ഉറക്കം ലേറ്റാകുന്ന അവസ്ഥ ഇക്കാരണം കൊണ്ടുണ്ടായാൽ 2 പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നത്, ഗൗരവമുള്ള പ്രശ്നങ്ങളാണ്. നമ്മൾ നിത്യരോഗിയാകും. അത്തരം ശീലങ്ങൾ മാറ്റാതെ തുടരുന്നുണ്ടെങ്കിൽ എത്ര ആരോഗ്യവാനും ആരോഗ്യവതിയാണെങ്കിലും ഡോക്ടറെ കാണാനുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കിക്കോളൂ എന്നാണ് പറയാനുള്ളത്. അല്ലാഹു നമ്മളെ കാക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വആഖിറു കലാമി അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി മാ ശാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ് മാ ശാ അല്ലാഹ് കുല്ലു നിഅമതിൻ മിനല്ലാഹ് മാ ശാ അല്ലാഹ് അൽ ഖൈറു കുല്ലുഹു ബിയദില്ലാഹ് മാ ശാ അല്ലാഹ് ലാ യസ്രിഫു السوء إلا الله بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء إلا الله بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء إلا الله